കണ്ടില്ലേ, ഇവരാണ് ഇപ്പൊ കേരളത്തിലെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന സെലിബ്രിറ്റികൾ. സത്യത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സെലിബ്രിറ്റികളായി മാറിയത്? ഇവർ ഇത്ര സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടവരാണോ? ജോലിക്കൊന്നും പോകാതെ ക്രീം ബണ്ണൊക്കെ കഴിച്ച് കനാലിലും ചാടി കോമാളിത്തരൊക്കെ കാട്ടി നടക്കുന്ന ഇവരിൽ നിന്നും എന്ത് മെസ്സേജ് ആണ് നമ്മുടെ സമൂഹത്തിന് ലഭിക്കുന്നത്? ഇതാ ചെറിയ പയ്യൻ പറയുന്നത് പിന്നെയും ഓക്കെയാണ്, പണിയെടുത്ത് ജീവിക്കാനൊന്നും അവനായിട്ടില്ല. പക്ഷേ ആ തണ്ടും തടിയും ഒക്കെയുള്ള പയ്യൻ ഞാൻ ഇന്നേ വരെ മന്തി കണ്ടിട്ടില്ലേ, അത് മണത്തിട്ടില്ലേ, തിന്നിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതപിച്ചുകൊണ്ട് അതിന്റെ താഴെ പോയി കമന്റ് ഇടുന്നവരെ ഓർത്ത് എനിക്ക് പേഴ്സണലി സഹതാപമാണ് തോന്നുന്നത്. ഓക്കെ, ഇല്ലായ്മയിൽ അതൊക്കെ മറന്ന് ചെറിയ ചെറിയ സന്തോഷമൊക്കെ കണ്ടെത്തുന്നവരാണ് എന്ന് തന്നെ വെക്ക്. അങ്ങനെയുള്ളവർ ഇതേപോലെ നടക്കാനാണോ നിങ്ങളൊക്കെ പറയുന്നത്? നിങ്ങളുടെ പിള്ളേരാണ് ഇതേപോലെ നടക്കുന്നതെങ്കിലോ വലിയ സുഖമൊന്നുമില്ലല്ലോ. എനിക്ക് ഷുവർ ആണ്, ഞാൻ ഈ പറയുന്നത് പലർക്കും അത്ര രസിക്കൊന്നുമില്ല, പക്ഷെ ഒരു കുഴപ്പവുമില്ല, ഇതെനിക്ക് പറഞ്ഞേ പറ്റൂ. ഇതൊക്കെ പോലെയാണ് പല ആറാട്ടന്മാരും അലിൻ ജോസ് പെരേരയും ഒക്കെ വളർന്നു വന്നത്. രാത്രി അസ്ഥിത ഇളകുന്ന ആറാട്ടണന് അനുമോദനം കിട്ടിയത് അറിഞ്ഞായിരുന്നോ? പുതപ്പിന്റെ അടിയിൽ വന്ന് കണ്ട പെണ്ണുങ്ങളെ പറ്റി ഓരോന്ന് പറയുന്ന ആ പുള്ളിനെ കോടി മുണ്ടിട്ട് ആദരിക്കുന്നവരെ ലോജിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല. അയാളെ പോലെയാണ് ഇവന്മാർ എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇതൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ പണിക്ക് പോവാതെ ഇങ്ങനെ നടക്കുന്നത് മാതൃകയാക്കി സ്വന്തം ഭാവി കളഞ്ഞ് ഇത്തരം കോമാളിത്തരങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാൻ കാത്തിരിക്കുന്ന ഒരു തലമുറ തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. അതൊന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ.